ഹായ്. അപ്പോൾ നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു 100 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഇലക്ട്രിക് വണ്ടിയാണ് ടി വി എസിൻ്റെ ഓർബിറ്റർ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യാവുന്നതാണ്. കാരണം ഞാനിത് വാങ്ങിയിട്ട് ഒരു 2 മാസത്തോളമായി. ഇതെൻ്റെ യൂസർ റിവ്യൂ ആണ്. തീർച്ചയായിട്ടും പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല, കാരണം ഇതൊരു യൂസർ ഞാൻ എടുത്തിട്ട് 2.5 മാസമായി. അപ്പോൾ 2100 or 200 കിലോമീറ്റേഴ്സ് ഓൾറെഡി ഞാൻ ഓടിക്കഴിഞ്ഞു. അപ്പോൾ എൻ്റെ യൂസർ റിവ്യൂ ആണ്. നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണും. നമുക്ക് ഈ വണ്ടിയുടെ ഡിസൈൻ തൊട്ട് ആരംഭിക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിനൊരു വളരെ നല്ലൊരു ഡിസൈനാണ് ഈ കമ്പനി. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. സത്യത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് വണ്ടികൾ നോക്കുമ്പോൾ ഞാൻ ഈ ഡിസൈൻ കണ്ടിട്ടാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടത്. ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു കോപ്പർ കളറാണ്. ഇതിൽ ഓർബിറ്ററിൻ്റെ കുറച്ച് ലോഗോസൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ ആണെങ്കിലും നല്ല ഭംഗിയാണ്. ആൾക്കൊക്കെ സുഖമായിട്ടിരിക്കാവുന്ന സ്പേസ് ഉണ്ട് സീറ്റിന്. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ഒരു വ്യൂ വരുന്ന വണ്ടിയുടെ. കണ്ടോ, സൈഡ് വ്യൂ ആണ് ഏറ്റവും നല്ലത് ഈ വണ്ടിയുടെ. കാരണം ഇരിപ്പം അതെ, നമുക്ക് നന്നായിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്തിരിക്കാനൊക്കെയുള്ള ഒരു സൗകര്യം. മോഡേൺ ലുക്കായിട്ടൊരു വണ്ടി. ഹൈ ഫിനിഷ്ഡ് ഒന്നുമല്ല, ക്വാളിറ്റി അത്ര ഹൈ ക്വാളിറ്റി ഒന്നുമല്ല, നല്ലൊരു മിഡ് റേഞ്ച്. അത്ര ചീപ്പല്ല, കാരണം ഇതിൻ്റെ പ്രൈസ് അത്രയേ വരുന്നുള്ളൂ. അതിനനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ട്. ഡിസൈനും ഇതിൻ്റെ പ്രൈസും ഒക്കെ നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആണ്. എന്നാൽ നമുക്കൊരു മോഡേൺ ലുക്ക് തരുന്ന ഒരു EV ആണ്. ഇപ്പം ഉള്ളതിൽ എനിക്ക് കണ്ടതിൽ പറയാൻ പറ്റുന്ന ഒരു EV തന്നെയാണ്. നല്ല വലിയ സീറ്റാണ് കേട്ടോ. അതൊരു ഇരിക്കാൻ നല്ല സുഖമാണ്. അധികം നമുക്ക് കൺജസ്റ്റഡ് ആവില്ല. 3 ആളിരുന്നാലും വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. പിന്നെ ഈ ഹാൻഡിൽ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് പുതിയ രീതിയിലുള്ള ഹാൻഡിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളതും വെക്കാൻ പറ്റും. ഞാൻ പിന്നെ ഇത് ചൂസ് ചെയ്തതാണ്. പിന്നെ നമുക്ക് 35 ലിറ്റർ സീറ്റിൻ്റെ അടിയിലുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി, കൂടാതെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ, ഒരു ഗ്യാസും കുറ്റിയൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇതിൻ്റെ ഇടയിൽ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കടകളിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക്. പിന്നെ ഇവിടെ നമുക്കൊരു ഹുക്ക് സാധാരണ പോലെ തന്നിട്ടുണ്ട്. പിന്നെ ചാർജിങ് പോർട്ട്, പിന്നെ ഒരു USB-യുടെ ഒരു ഇതും കൂടി തന്നിട്ടുണ്ട്. ഇവിടെ ഇതിലൊരു USB പോർട്ടും കൂടി തന്നിട്ടുണ്ട്. പിന്നെ വലിയ തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ. എനിക്കും ഇത് തന്നെയാണ്. കുറച്ച് എല്ലാം മാനുവലൊന്നും അധികം കണ്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഞാനിതിൻ്റെ ആപ്പൊന്നും എടുത്ത് കണക്ട് ചെയ്തിട്ടില്ല, അത്രയ്ക്ക് ആവശ്യം വന്നിട്ടില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ നടക്കും മാനുവലായിട്ട് തന്നെ. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുള്ള വണ്ടി തന്നെയാണ്. ഇതിനിപ്പോൾ നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ ഉണ്ട്. അങ്ങനെ ഒരുവിധംപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഹിൽ ഹോൾഡ് അസിസ്റ്റൊക്കെ ചില സമയത്ത് ഒരു ഗ്ലിച്ചൊക്കെ ഉണ്ട്. എപ്പോഴും കറക്റ്റായിട്ട് അങ്ങ് വന്ന് ആവണമെന്ന് നിർബന്ധമില്ലാത്ത മാതിരിയാണ്. അപ്പോൾ അതങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല അതിന് റീജനറേറ്റീവ് സിസ്റ്റം ഉണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ. പക്ഷേ അതുകൊണ്ട് എത്രത്തോളം നമുക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് അത്ര വലിയ എഫക്റ്റീവായിട്ട് തോന്നിയില്ല. അതൊരു ഫീച്ചറായിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മെയിനായിട്ട്. അല്ലാണ്ട് ഇപ്പോൾ അതിനെ നമ്മൾ ആശ്രയിക്കാനൊന്നും പറ്റില്ല. കാരണം ആ ഒരു ഫീച്ചർ കൊണ്ട് എന്തെങ്കിലും വലിയ രീതിയിൽ മാറ്റം ഉണ്ടായത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഹിൽ ഹോൾഡ്, അതെ, ചില സമയത്ത് ഹിൽ ഹോൾഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, ചില സമയത്ത് ഹിൽ ഹോൾഡ് വരും. പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത് LCD, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, നാവിഗേഷൻ ഹെൽപ്പ് ഉണ്ട്, പിന്നെന്താ SMS അലേർട്ട് ഉണ്ട്, പിന്നെ നമുക്ക് OTA, പിന്നെ TVS കണക്ടിവിറ്റി ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കയറ്റത്തിറക്കത്തൊക്കെ വണ്ടി നിർത്തുമ്പോൾ മറ്റുള്ള സ്കൂട്ടറുകളും ബൈക്കുകളൊക്കെ ഉപയോഗിച്ചുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരിക ക്ലച്ചിലിട്ട് നമുക്ക് വണ്ടി നിർത്താം. പക്ഷേ ഇതിന് നമുക്ക് ഹാൻഡിലിനോട് ചേർന്നിട്ട് ഒരു ചെറിയ ഹാൻഡിലും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതാണ് ലോക്കാണ്. പക്ഷെ ആ ലോക്ക് ഇട്ടാലും ചില സമയത്ത് വണ്ടി എടുത്താൽ പോകും. ഞാനത് ട്രൈ ചെയ്ത് നോക്കി അറിയാതെ വണ്ടി എടുത്ത് ഓടിപ്പിച്ച് പോയി. അപ്പോൾ അത്രയും എഫക്റ്റീവ് അല്ല അതൊന്നും. എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ ഫസ്റ്റ് സർവീസ് അവർ പറഞ്ഞത് 4000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 4000 കിലോമീറ്റർ പെട്ടെന്ന്. അപ്പോൾ 2200 കിലോമീറ്റർ ഓൾറെഡി ആയി. 2.5 മാസം കൊണ്ട് അത്രയും ഓടിച്ചു. ഒരു തരത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്നതിനായിട്ടും എത്രയും നല്ല ലാഭം തന്നെയാണ് ഈ ഇലക്ട്രിക് വണ്ടി. കാരണം ഓടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ പെട്രോൾ അടിക്കേണ്ടി വരും സാധാരണ എൻ്റെ ബൈക്കാണെങ്കിൽ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലാഭം തന്നെയാണ്. കാരണം എൻ്റെ EMI ആ കൂടി 3100 രൂപ. ഇനി ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 1.5 ആണ്, 1.5 lakhs ആണ്. നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു 1,20,000 രൂപ. ഓക്കെ. പിന്നെ നമുക്ക് EMIs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എനിക്ക് വന്നത് ഞാൻ ആദ്യം 4 വർഷത്തേക്കാണ്, അല്ല 2 വർഷത്തേക്കാണ് നോക്കിയത്. 2 വർഷത്തേക്കാകുമ്പോൾ നമുക്ക് 4000 സംതിങ് ആണ് ഇതിൻ്റെ EMI വരുന്നത്, 8% ഇൻട്രസ്റ്റോട് കൂടിയിട്ട്. പിന്നെ ഞാനത്
3 ഇയേഴ്സ് ആക്കിയപ്പോൾ എനിക്ക് 3100 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ EMI വരുന്നത് കേട്ടോ. അത്യാവശ്യം ഒരു ഡീസൻറ്റ് ബിൽ ക്വാളിറ്റിയാണ് വരുന്നത്. അത്ര പ്രീമിയം ഫിനിഷിംഗ് ഒന്നുമല്ല, നമുക്കത് അടുത്ത് വരും നോക്കുമ്പോൾ അറിയാം. പക്ഷേ നല്ലൊരു ഡീസൻ്റ് ആണെന്ന് പറയാം, അത്ര ചീപ്പും അല്ല. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അത്രയും പ്രൈസ് റേഞ്ച് ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയിലാണ് അവർ ചെയ്തത്. ഫങ്കി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതൊരു മിനിമലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിന് 14 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഹെഡ് ലാമ്പും DRLs ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കോൺസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ തന്നെ ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ്. ചാർജിങ് പോർട്ടും സോക്കറ്റും കണക്ട് ചെയ്യാൻ ഈസി അല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വൈകുന്നേരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലഗ് ഇൻ പോയിന്റ് നമുക്ക് എങ്ങനെ കിട്ടാൻ വളരെ ഈസി ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ പ്ലഗ് ഇൻ ഈസി അല്ല, നമ്മളതിന് നേരെ പിടിച്ച് വെച്ചിട്ടൊക്കെ വേണം അത് കണക്ട് ചെയ്യാൻ. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജർ കേട്ടോ. അത്യാവശ്യം വലുപ്പമുണ്ട്. ചാർജറിൻ്റെ പ്രശ്നമല്ല കേട്ടോ. നിങ്ങൾക്ക് സോക്കറ്റ് കാണിച്ചു തരാം. സോക്കറ്റില്ല ഉണ്ടോ, ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പിന്ന് നോക്കും. ഞാൻ വീട്ടിലൊരു ഏതറിൻ്റെ വണ്ടിയുണ്ട്, അതിൻ്റെയൊക്കെ പിന്ന് കണക്ട് ചെയ്യാൻ എന്തൊരു ഈസിയാണെന്ന് അറിയാം. ഈ പിന്ന് കണ്ടോ, ഇതിന് ഒരു തരത്തിലും ഒരു എന്താ പറയുക, ഒരു ഗ്രൂവ് അങ്ങനെയൊന്നും ഇല്ല. ഇതിലുണ്ടെങ്കിലും അതിൽ കൊണ്ട് അമർത്തി വെക്കണമെങ്കിൽ വലിയ പാടാണ്. ആദ്യം നമ്മൾ ഇതിൻ്റെ ഉന്നം നോക്കി കേട്ടോ, ഇതിൻ്റെ രണ്ടും ഇതിൻ്റെ നേരെയാന്ന് നോക്കി, എന്നിട്ട് ഇങ്ങനെ വെച്ച് ചിലപ്പോൾ കണക്റ്റ് ആവും, ചിലപ്പോൾ കണക്റ്റ് ആവില്ല. കണ്ടോ, അതൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു സോക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്, ഒന്നാമത്തെ കാര്യം. ഓക്കെ, പിന്നെ രണ്ടാമത്തത് ഇതിൻ്റെ ബോഡി പാർട്സ് അത്ര സോളിഡ് ബിൽഡൊന്നും അല്ല. ഇത് അത്ര ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കോ അങ്ങനെ വെച്ചുണ്ടാക്കിയതല്ല എന്നതാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഞാൻ പറഞ്ഞ പോലെ കണ്ടോ, വണ്ടി വാങ്ങിയിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് വണ്ടിയുടെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ, കാണാമെന്ന് വിചാരിക്കണം, ഇവിടെ ഒരു പൊട്ടൽ, ഇത് ഒരെണ്ണം, അതുപോലെ ഇവിടെ. പിന്നെ മാത്രമല്ല ഇത് കണ്ടോ, പിന്നെ ഇളകണതാണ്, അതും ഇത്തിരി പ്രശ്നമാണ്. പിന്നെ ഞാനീ പറഞ്ഞ ഈ ഒരു ഹിൽ ഹോൾഡ് ഇല്ലാത്ത സമയത്ത് നമുക്കൊരു നോർമൽ രീതിയിൽ വണ്ടി കയറ്റതൊക്കെ നിർത്തുമ്പോൾ ഇടാനുള്ളൊരു ഇതാണ്. പക്ഷേ ഇത് ഇട്ടാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം, അതിനത്ര വലിയ ബലമൊന്നുമില്ല. അങ്ങനെയാണ് ഇരിക്കുന്നത് അല്ല, അങ്ങനെയാണ് ഇതിൻ്റെ ലോക്ക് ചെയ്ത് വയ്ക്കുക. പക്ഷേ എന്നിട്ട് നിങ്ങൾ വണ്ടി എടുത്ത് പോയാൽ വണ്ടി പോകും. അപ്പോൾ അതും അത്ര വലിയ ബലത്തിലൊന്നല്ല ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ ഷോക്ക് അബ്സോർബറാണ്. ഷോക്ക് അബ്സോർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. മനുഷ്യൻ്റെ എനിക്കിതിന് ഇരുന്നിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല ബാക്ക് പെയിൻ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ വേണമെങ്കിൽ ഇവർക്കൊരു എന്താ പറയുക, ഒരു ചാർജിങ് നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങുള്ള ഓപ്ഷൻ പൈസ ഒരു വേരിയൻറ്റും കൂടി ഇറക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ പിന്നെ അവരുടെ കമ്പനി താല്പര്യങ്ങൾ എന്ന് പറയുക ഓക്കെയാണ്. വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളുടെ ഈ ഒരു ചാർജിങ് സോക്കറ്റില്ലേ ഇവിടെ USB പോർട്ട്, ഇത് നമ്മളുടെ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്, C to C അല്ല. അത് നമ്മളുടെ ഡാറ്റ കേബിൾ വെച്ചിട്ട് പിന്നെ നമുക്ക് അത് റെഡ്യൂസ് ചെയ്തെടുക്കണം. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മളുടെ സ്വിച്ചസ് ഒന്നും ഹൈ ക്വാളിറ്റി സ്വിച്ചസ് ഒന്നുമല്ല, എങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അതൊക്കെയാണ് മെയിൻ എനിക്ക് പ്രശ്നം തോന്നിയത്, ഈ ചാർജിങ് സോക്കറ്റാണ്. ഇതിനി വലിച്ചെടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കിട്ടില്ല, പെട്ടെന്നൊന്നും കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, അത് എങ്ങടെ പോകാന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മേജർ പ്രോബ്ലം ആയിട്ട് തോന്നിയത്. അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഗൈസ്, അതാണ് നമ്മളുടെ ഈ TVS ഓർബിറ്ററിൻ്റെ യൂസർ റിവ്യൂ. നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ പരമാവധി നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. കാരണം അവരെങ്ങാനും വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അറിയണ്ട. മെയിനായിട്ട് എനിക്ക് ബാക്ക് പെയിൻ ഒരു പ്രശ്നമാണ് ഈ വണ്ടി ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.